എൻ്റെ പേര് ഷമീൻ ഷാഹി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് എഴുതി നല്ലൊരു സ്കോർ കരസ്ഥമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു. നിങ്ങളെപ്പോലെ ഞാനും യൂണിവേഴ്സിറ്റിയിൽ ഒരു റിപ്പീറ്റർ ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ ഈ ഈസ്റ്റർ ഹോളിഡേയ്സിന് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ അത്ഭുതകരമായൊരു മാറ്റം എനിക്ക് കാണാൻ സാധിച്ചു. ഈ ചെറിയ കാലയളവിൽ യൂണിവേഴ്സിറ്റി വലുതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീറ്റിന് കുറച്ച് കഷ്ടപ്പെട്ടത് കാരണം എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചു. ഈ നീറ്റ് ഫേസ് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റും ലൈഫൊന്നും കൂടി ഉഷാറാവും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഒരു MBBS മെഡിക്കൽ കോളേജിലെത്തുമ്പം. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നല്ല മെഡിക്കൽ കോളേജുകളിൽ ഒരു കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് വേറൊരു എക്സ്പോഷർ എനിക്ക് ജീവിതത്തിൽ കിട്ടി തുടങ്ങി. MBBS എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് കോഴ്സാണെന്ന് കരുതി എനിക്ക് സ്ട്രിക്റ്റ് അല്ല, ഒന്നും കൂടി ഓപ്പൺ ആണ്, നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്നൊരു ക്യാമ്പസിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. ഇനി നീറ്റിന് ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പം പാർട്ട് ടെസ്റ്റ് കഴിഞ്ഞ് ഫുൾ ടെസ്റ്റിലോട്ട് കടന്നിട്ടുണ്ടാവും. നിങ്ങൾ മാക്സിമം നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ AF പ്രൊവൈഡ് ചെയ്തെന്ന് വരും. പക്ഷേ നിങ്ങളത് കണ്ടിട്ട് മാർക്ക് കുറഞ്ഞു എന്ന് കരുതി സങ്കടപ്പെടുകയോ കണ്ടിട്ട് പഠിത്തം സ്ലോ ആക്കുകയോ ട്രാക്ക് തെറ്റിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ട്രാക്ക് തെറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഞങ്ങൾക്കും ഇങ്ങനത്തെ ടഫ് പേപ്പേഴ്സ് ആയിരുന്നു AF പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് എക്സാമിന് കോൺഫിഡൻസ് ബൂസ്റ്ററായി. ഇപ്പോൾ ഈ അവസാന സമയത്ത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു പാഠം ഇനി പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാനൊക്കെ ചെയ്തത് എന്തായിരുന്നു വെച്ചാൽ ഫുൾ ടെസ്റ്റുകളിൽ എനിക്ക് തെറ്റിയിരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെക്കുമായിരുന്നു വേറെ ബുക്കിൽ. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുമായിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വേറെ ബുക്കിൽ എഴുതി വെച്ച് എനിക്ക് ശരിയായ ക്വസ്റ്റ്യൻസ് പിന്നീട് ഞാൻ അധികം റിവൈസ് ചെയ്യാണ്ട് എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ബുക്കിലോട്ട് എഴുതി വെച്ച് അതിൻ്റെ ആൻസേഴ്സ് ആ ബുക്കിൽ എഴുതി വെച്ച് ആ ബുക്കൊന്ന് റിവൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്ക് ഇപ്പോൾ റേ ഓപ്റ്റിക്സ് പോലത്തെ ചില പാഠങ്ങൾ എനിക്ക് ടഫായി തോന്നിയ പാഠങ്ങളുണ്ടായിരുന്നു. ആ പാഠങ്ങൾ പ്രത്യേകം ഞാൻ ഒരു ഷോർട്ട് നോട്ട് പോലെ ഇക്വേഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഷോർട്ട് നോട്ട് പോലെ എഴുതിയിട്ട് അത് പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ബയോളജി പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് എപ്പോഴും നമ്മൾ റിപ്പീറ്റഡായി റിവൈസ് ചെയ്യണം. ഫിസിക്സിലൊക്കെ എനിക്ക് ടഫായ പാഠങ്ങൾ മാത്രമായിരുന്നു ലാസ്റ്റിക്ക് റിവൈസ് ചെയ്ത്. ബാക്കിയുള്ള പാഠങ്ങൾ ചെറുതായിട്ടൊന്ന് ലാസ്റ്റിക്ക് നോക്കി എന്നല്ലാണ്ട് അധികം റിവൈസ് ചെയ്ത് സമയം കളഞ്ഞിട്ടില്ല. പിന്നെ ഈ തെറ്റുന്ന ക്വസ്റ്റ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയാക്കുന്ന ക്വസ്റ്റ്യങ്ങൾ പിന്നെയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തെറ്റുന്ന ക്വസ്റ്റ്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുക. ഞാൻ ബീറ്റ ഹോസ്റ്റലിലായിരുന്നു പഠിച്ചിരുന്നത്. ഈ ഹോസ്റ്റലാണ് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഹോസ്റ്റലായതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടത്തോടെ ഭയങ്കരമായി പഠിച്ചിരുന്നു. ഹോസ്റ്റലിലായതുകൊണ്ട് ഈ തെറ്റായ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾ അവിടുന്ന് ഡിസ്കസ് ചെയ്ത് പഠിച്ചിരുന്നു. ഈ ഹോസ്റ്റൽ വിട്ടു പോകാനുള്ളൊരു പ്രവണത ചിലരിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കണ്ടുവരും. അത് ആരും ചെയ്യരുത്. അത് വലിയൊരു മണ്ടത്തരത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊള്ളൂ. കാരണം ഈ ഹോസ്റ്റലിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കും വീട്ടിലെത്തിയാൽ കുറേ പഠിക്കാൻ പറ്റുന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെയാണ്. വീട്ടിൽ പോയാൽ അത്ര പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ പെരുന്നാൾ, വിഷു അങ്ങനത്തെ കുറേ പരിപാടികൾ വരും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഹോസ്റ്റലിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഞങ്ങളൊക്കെ ബീറ്റയിൽ 24 ബോയ്സും ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. പെരുന്നാൾ ഞങ്ങൾക്ക് ബീറ്റയിൽ വെച്ച് ആഘോഷിച്ച് പള്ളിയിലൊക്കെ പോയി വന്നു. AF നല്ല ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ആഘോഷിച്ചത്. വിഷു അതുപോലെ തന്നെ ആയിരുന്നു. സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വീട്ടിലേക്കൊന്നും അധികം പോകാണ്ട് ഇനി 31, 32 ദിവസം വിരലുണ്ടാവുന്ന ദിവസങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹോസ്റ്റലിൽ ഇരുന്ന് മാക്സിമം ശ്രമിക്കുക. എന്ന് പറഞ്ഞ് ടെൻസ്ഡ് ആവണ്ട. ടെൻഷൻ വന്നെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറയാന്നല്ലാണ്ട് കൂടാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ടെൻഷനൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയി പഠിക്കുക. മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക എന്ന് കരുതി ടെൻഷൻ ഉണ്ടാക്കരുത്. മെയ് 5-ന് നീറ്റ് എഴുതി ജൂൺ ഫസ്റ്റ് വീക്കിൽ നല്ല റിസൾട്ട് നേടാൻ കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ ജൂനിയേഴ്സായി നിങ്ങളൊക്കെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.